അതാണ്. ശരി, ഞാൻ ദാസേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ദാസേട്ടനും രേണുവും കൂടി തകർത്ത് അഭിനയിച്ചു അല്ലെ, റീല് ഹിറ്റായി. ഈ നെഗറ്റീവ് കമന്റ്സ് രേണുവിന് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ ആ റീല് ചെയ്തത്. പക്ഷെ ദാസേട്ടന് നെഗറ്റീവ് കമന്റ് ഒന്നും ഞാൻ അതിൽ കണ്ടതേ ഇല്ലല്ലോ ദാസേട്ടാ. അല്ല, എനിക്ക് നെഗറ്റീവ് കമന്റിൽ കുറെ ഇതിനു മുമ്പ് വന്ന് പോയി മടുത്തു പോയി ആൾക്കാർക്ക് ഇത് ഇടാൻ വേണ്ടിട്ട്. എനിക്ക് നെഗറ്റീവ് ഇട്ടിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. രേണു ഞാൻ നമ്മൾ ഒരേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, രേണു നെഗറ്റീവ് കമന്റ് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ നെഗറ്റീവ് കമന്റ് മറുപടി കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ച് രേണു പറഞ്ഞ പോലെ, ലാസ്റ്റ് രേണു പറഞ്ഞല്ലോ കൊടുത്തും മടുത്തു, ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട് വന്നാന്ന് രേണു പറഞ്ഞല്ലോ. അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നെഗറ്റീവിന് മറുപടി കൊടുക്കാറേ ഇല്ല. എന്നെ സംബന്ധിച്ച് നമ്മളെ ജോലി സംബന്ധമായ തിരക്കിനിടയ്ക്ക് നമ്മൾ സന്തോഷം കണ്ടെത്താൻ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ റീൽസ് ചെയ്യുന്നു, അത് ഓൺലി ഫോർ എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ രേണുവിനോട് റീൽസ് ചെയ്തു. രേണു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രേണു. ഒരു ബോൾഡ് ഗേൾ തന്നെയായിരുന്നു അല്ലെ രേണുവിന്റെ സംസാരം നമ്മൾ ചാനലിൽ കേൾക്കുന്ന അതേ സംസാരം രേണു ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാലും ഭയങ്കര രേണു കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ഞാൻ കുറെ ആൾക്കാരോട് റീൽസ് ചെയ്യാറുണ്ട്, എന്റെ റീൽസ് എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെ രേണുവിനോട് റീൽസ് ചെയ്തു. അപ്പം ആ രേണുവിനെ കടന്നാക്രമിക്കാൻ കിട്ടിയ വേദി ആളുകൾ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു റീൽസ് തന്നെ. ഞാൻ പറഞ്ഞ പോലെ റീൽസിൽ അഭിനയം തന്നെയാണ്, അതുപോലെ സിനിമയിൽ അഭിനയം തന്നെ. രണ്ടും വ്യത്യസ്തമല്ല. അഭിനയമാണ്. അത് ഏത് മേഖലയാണെങ്കിലും, റീൽസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അങ്ങനെ കാണാറുള്ളൂ. അതുപോലെ തന്നെ രേണു കാണാറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെഗറ്റീവ് കമന്റുകൾ വരട്ടെ, വന്നു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, യാതൊരു സംശയമില്ല. അതെ, അത് അങ്ങനെ തന്നെയാണ്. കാരണം നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ കൂടുന്തോറും ഇതുവരെ ആ റീല് കാണാത്തവർ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇതുവരെ ആ റീല് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് റീല് കാണാൻ വരുന്നവരും ഉണ്ടല്ലേ, അങ്ങനെയും കയറുന്നുണ്ട് റീച്ച്. അതാണ്. പിന്നെ നമ്മൾ ജയിച്ചില്ലേ സത്യം പറഞ്ഞ. ഇത് ക്യാമറ ഡിബിൻ രമണൻ, പിന്നെ അതുപോലെ നമ്മുടെ കൂടെയുള്ള അവരുടെ കൂടെയുള്ള സുബിൻ, അമൽ, എല്ലാവരുടെയും ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഹാർഡ് വർക്ക്. ദാസേട്ടൻ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടി, എല്ലാവരും നല്ല രീതിയിൽ കൂടെ കട്ടക്ക് നിന്നുകൊണ്ടാണ് ഇത് അടിപൊളിയായി റീലായത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനോ ദാസേട്ടനോ ഒന്നും ഓർത്തിട്ടേ ഇല്ല ഇത് വൈറലാകുമെന്ന്. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ദാസേട്ടൻ എന്താ പറയാ, നമ്മള് എന്താ പറയാ ചെയ്യാം, എനിക്കും താല്പര്യമാണ് റീൽ ചെയ്യാൻ. പിന്നെ ചുമ്മാ ജസ്റ്റ് ഒരു റീലായിട്ട് എടുത്തു, അല്ലാതെ ഇത് വലിയ സംഭവമാക്കിയോ ആകുമെന്നോ ഒന്നും ഞാനും കരുതിയില്ല, ദാസേട്ടനും കരുതിയില്ലെന്നാ തോന്നുന്നത് കേട്ടോ. ആരും കരുതിയില്ല. പക്ഷെ ക്യാമറ വർക്കൊക്കെ പക്കയായിരുന്നു, ഒരു രക്ഷയില്ല. അവരെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. അവരെ 3 പേരെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ അഭിനയിച്ച ദാസേട്ടന് എന്നെ കട്ട സപ്പോർട്ട് ദാസേട്ടനായിരുന്നു കേട്ടോ. ദാസേട്ടനും അതുപോലെ ഇവരെ ക്യാമറ എല്ലാവരും ഒക്കെ കട്ട സപ്പോർട്ടായിരുന്നു. ആ കോസ്റ്റ്യൂം ആണെങ്കിലും പറഞ്ഞു തന്നതും ഇവരൊക്കെ തന്നെയാണ്. ഡിവിനൊക്കെയാണ് കോസ്റ്റ്യൂം പറഞ്ഞു തന്നത്, ഇന്ന പോലെ ചെയ്യണം, അത് ചെയ്യണം, ഇത് അതൊക്കെ അവരാണ് പറഞ്ഞത്. അത് ഭയങ്കര, ഞാൻ ഓർത്തില്ല കേരളത്തിലെ ജനങ്ങൾ ഇത്ര എന്താ പറയാ നെഗറ്റീവ് പറയാനാണെങ്കിലും കണ്ടില്ലേ, ഏറ്റെടുത്തില്ലേ. ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾ വിജയിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങളെ ടീം വിജയിച്ചു അല്ലേ ദാസേട്ട? അത്രേ ഉള്ളൂ. രേണു പറഞ്ഞെടുത്തത് ഞാൻ തുടങ്ങുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് നമ്മളെ കേരളത്തിലെ നമ്മളെ വിജയം തന്നെ രേണു, അത് യാതൊരു സംശയമില്ല. എന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ തളർത്തുന്ന ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലെ. 2 ആൾക്കാർ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരെ നമ്മള് റീൽസ് ചെയ്യുന്നു, അത് സിനിമ ചെയ്യുന്ന പോലെ ആൾക്കാർ കരുതിയ സിനിമാറ്റിക് രീതിയിൽ നമ്മൾ എടുത്ത് വ്യത്യാസമുണ്ട്. ശരിച്ചിട്ട് ഹൊറിസോണ്ടലാണ് നമ്മളെ റീൽസ് എടുത്തത്, സിനിമാറ്റിക് സ്റ്റൈലില്. ആ ഡിബിൻ രമണൻ ക്യാമറമാൻ ആ കാര്യത്തിൽ 100% അയാൾ നല്ലൊരു കഴിവാണ് അല്ലെ. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു, ആരാണ് ക്യാമറ എടുത്തത്, ആരാണ് ക്യാമറ, നമ്പർ തരൂ. അപ്പൊ ഡിബിൻ രമണൻ, അവനെ ഇതിലെന്തായാലും നമുക്ക് അടുത്തൊരു ചർച്ച ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് അവനെന്തായാലും പങ്കെടുപ്പിക്കണം. എന്നുവെച്ചാൽ അഭിനയിക്കുന്ന ആൾക്കാരെ കഴിവ് മാത്രമല്ല, അതിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് എഡിറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആയാലും. അപ്പം നല്ലൊരു ഭാവിയുള്ള ഒരു ക്യാമറമാനാണ് ഡിബിൻ രമണൻ. അപ്പം അല്ലെ, താങ്ക്സ് ടു ഡിബിൻ. ഒരിക്കലും അവനെ മറക്കാൻ കഴിയില്ല. നമ്മളെ വന്ന സമയത്ത് വൈപ്പിൻ ബീച്ചിൽ എടുക്കുന്ന സമയത്ത് സൺഡേ മോർണിംഗ് ഞങ്ങൾ റീൽസ് എടുത്തത്. ആ സമയത്ത് പല ഷൂട്ടുകൾ നടക്കുകയാണ്. അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഷൂട്ട്, കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഷൂട്ട്, പ്രഗ്നൻസി ഷൂട്ട്, കുറെ ഷൂട്ടുകൾ നടക്കുന്ന ഏരിയ വൈപ്പിൻ ബീച്ച്. അപ്പൊ ഞങ്ങള് കാറിൽ വന്ന് ഇറങ്ങിയില്ല രേണു, നമ്മൾ അടിപൊളിയായി റീൽസ് എടുത്ത് ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് ആൾക്കാർ നോക്കാൻ തുടങ്ങി, ഇതെന്താണ് നോക്കോ, വെള്ളം കംപ്ലീറ്റ് മേളിലായിട്ട് എന്തോ ഒരു അപ്പൊ കാറിൽ ഞങ്ങളെ കേട്ടില്ല ആരും. കാരണം എന്താ, കംപ്ലീറ്റ് പൂഴിയാ ഞങ്ങളെ മേല്. അപ്പൊ ഞങ്ങള് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങള് 2 പേരും പോയത്. എന്താ വെച്ചാൽ കാറിൽ കയറി അവരെ കാറ് കംപ്ലീറ്റ് പൂഴിയാവും. അങ്ങനെ ഒരു അല്ലെ, ഒരു അടിപൊളി ഹെലി ക്യാം ഷോട്ട് ഉണ്ട്, പക്കയാണ്, ഒന്നും പറയാനില്ല.
ആ രേണുവിന് ഭയങ്കര പേടിയാ തെര അടിക്കുന്ന സമയത്ത് രേണു വന്ന് അയ്യോ എന്നെ ഇപ്പൊ തെര കൊണ്ടുപോകുന്നത്. പോവാണ് എന്നെ പിടിച്ചോണം എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ദാസേട്ടനോട് നമ്മള് പറഞ്ഞോണ്ട് ഈ ഉരുണ്ട് പറഞ്ഞു പോകുന്ന സീനുണ്ട് കടലിലേക്ക്. അത് 2-3 ഉരുണ്ടും കൂടി കൂടുതൽ ഉരുണ്ട് കഴിഞ്ഞാൽ നേരെ നമ്മള് കടലിൽ അവിടെ എത്തും. നമ്മള് തെര എടുത്തുകൊണ്ടു.